respected principal ma'am, teachers, parents and all my dear friends. Today is Children's Day. Children's Day is celebrated on 14th of November every year in India. The birthday of Pandit Jawaharlal Nehru is celebrated as Children's Day. He was first Prime Minister of independent India. He had a extreme love and affection for children because of his love for children. His birthday is celebrated as Children's Day. Jawaharlal Nehru was also called Chacha Nehru. On this day, various competitions and activities are held in school and colleges. Children's Day is also known as Bal Divas. Chacha Nehru strongly believed that children are the future of our country. On this day, students and teachers give tribute to Chacha Nehru. Thank you. കൂട്ടുകാരെ, ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ശിശുദിനവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. നമ്മുടെ ചാച്ചാതി എപ്പോഴും തൻ്റെ ഹൃദയത്തിൽ ഒരു റോസാപ്പൂ വെക്കും, പനിനീർപ്പൂ. അത് ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു നമ്മുടെ ചാച്ചാജി. അപ്പോൾ ചാച്ചാജി ഇങ്ങനെ പ്രധാനമന്ത്രിയായിരുന്ന നേരത്ത് എല്ലാവരും അവിടുത്തെ ജനങ്ങൾ മൊത്തം സന്തോഷത്തോടെ വന്ന് ചാച്ചാജിക്ക് ഓരോരോ സമ്മാനങ്ങൾ കൊടുത്ത് അങ്ങനെ സന്തോഷമായി പോയിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് നമ്മുടെ ഒരു ഗ്രാമവാസിയായ ഒരു പെൺകുട്ടി വന്നു. ആ പെൺകുട്ടി വന്നപ്പോൾ തൻ്റെ വീട്ടിൽ വളർന്ന ഒരു കുഞ്ഞ് പനിനീർ ചെടിയല്ല, പനിനീർ പൂവ്, ആ ഒരു പൂവ് കൊണ്ടുവന്ന് നമ്മുടെ ചാച്ചാജിയെ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടുത്തെ ചാച്ചാജിയുടെ സംരക്ഷകർ ആ കുട്ടിയെ അങ്ങോട്ട് വിട്ടില്ല. കാരണം പൈസ കൂടിയ സമ്മാനങ്ങളും പൈസ കൂടിയ തുണികളും അതൊക്കെ ഇട്ട ആൾക്കാരെയാണ് ആ സംരക്ഷണക്കാർ അങ്ങോട്ട് വിട്ടത്. അപ്പോൾ ആ കുട്ടിയെ അത് മനസ്സ് നന്നായിട്ട് വിഷമിപ്പിച്ചു. അപ്പോൾ ആ കുട്ടിയെ എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് ചാച്ചാജിയെ കാണാൻ പറ്റും എന്നൊരു വിശ്വാസത്തോടെ എല്ലാ ദിവസവും ചാച്ചാജിയുടെ അടുത്ത് നിന്ന് ചാച്ചാജി നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് എപ്പോഴും ഈ റോസാപ്പൂവും കൊണ്ടുവരും. അപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലായിരുന്നു, പക്ഷെ ചാച്ചാജി എന്ന് പറഞ്ഞില്ല, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലായിരുന്നു നമ്മുടെ ചാച്ചാജി ഒരു ദിവസം വന്നു. അപ്പോഴായിരുന്നു നമ്മുടെ ഈ പെൺകുട്ടി വന്നത്. ആ പെൺകുട്ടി വന്നപ്പോൾ ചാച്ചാജി അത് കണ്ടു. അപ്പോൾ ചാച്ചാജി ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ റോസാപ്പൂ വെച്ച് തൻ്റെ ഇവിടെ ഹൃദയത്തിൻ്റെ അവിടെയായിട്ട് ചാച്ചാജി തൻ്റെ കുപ്പായത്തിൽ വെച്ചു. അപ്പോൾ അങ്ങനെയായിരുന്നു ചാച്ചാജിയുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു റോസാപ്പൂ വന്നത്. എന്നിട്ട് ആ പെൺകുട്ടി സന്തോഷത്തോടെ തൻ്റെ വീട്ടിലേക്ക് പോയി. ചാച്ചാജിക്ക് നന്നായിട്ട് സന്തോഷമായി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കഥ. താങ്ക് യു ഫോർ വാച്ചിങ്. Hello everyone. Wish you all happy Children's Day. Children's Day is celebrated on 14th November. 14th November is birthday of our first Prime Minister, Pandit Jawaharlal Nehru. He had great love for children, so his birthday and anniversary is celebrated as Children's Day. With love we call him Chacha Nehru.
children are future of the nation. So children should be raised with love and care. On this day, different cultural programs are held in schools. This is very special day for all children. Thank you. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശിവപ്രിയ. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ശിശുദിനത്തിനെ പറ്റി ഒരു കൊച്ചു പ്രസംഗമാണ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണല്ലോ. ഈ ദിവസം നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായാണ് ആചരിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയണ്ടേ? ചാച്ചാജിക്ക് കുട്ടികളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. രാജ്യത്തെ കുട്ടികളുടെ ഭാവിയാണ് രാജ്യത്തിൻ്റെ ഭാവിയെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യകാര്യങ്ങൾക്കും അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. കുട്ടികൾക്കൊപ്പം ഇടപെടാനും കുട്ടികൾക്ക് വേണ്ടി എഴുതുവാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബാലവേലയും കുട്ടികൾക്കെതിരായ ആക്രമണവും ഇല്ലാത്ത ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. ചാച്ചാജി ആഗ്രഹിച്ച പോലെ നമുക്കും പഠിച്ചോളാം. ഇന്ത്യക്ക് വേണ്ടി പ്രയത്നിക്കാം. ജയ് ഹിന്ദ്. നെഞ്ചിൽ പനിനീർ പൂവിടരും നന്മ നിറഞ്ഞൊരു ചാച്ചാജി, പൂ പോലുള്ള മനസ്സാണ്, പുഞ്ചിരിയോടെ നടപ്പാണ്. നെഞ്ചിൽ പനിനീർ പൂവിടരും നന്മ നിറഞ്ഞൊരു ചാച്ചാജി, പൂ പോലുള്ള മനസ്സാണ്, പുഞ്ചിരിയോടെ നടപ്പാണ്. തലയിൽ തൊപ്പി ധരിച്ച് നാടിൻ കലവര മാറ്റിയ നെഹ്റുജി, സ്വതന്ത്ര ഭാരത സ്വപ്നത്തെ സ്വർണ്ണച്ചിറകിലുയർത്തിയവൻ, സ്വതന്ത്ര ഭാരത സ്വപ്നത്തെ സ്വർണ്ണച്ചിറകിലുയർത്തിയവൻ. കുട്ടികളെക്കാളിഷ്ടം കഷ്ടത കണ്ടാൽ അവിടെത്തും, ഭാഗ്യം നമ്മുടെ നാടിൻ്റെ ഭാവി ഉയർത്തിയ നെഹ്റുജി, ഭാഗ്യം നമ്മുടെ നാടിൻ്റെ ഭാവി ഉയർത്തിയ നെഹ്റുജി. വെള്ളക്കാരുടെ ഭരണത്തെ വെട്ടിയെറിഞ്ഞൊരു പടവീരൻ, ഭാരത മണ്ണിൻ രക്ഷയ്ക്കായി ഗാന്ധിക്കൊപ്പം പോരാടി, ഭാരത മണ്ണിൻ രക്ഷയ്ക്കായി ഗാന്ധിക്കൊപ്പം പോരാടി. നെഞ്ചിൽ പനിനീർ പൂവിടരും നന്മ നിറഞ്ഞൊരു ചാച്ചാജി, പൂ പോലുള്ള മനസ്സാണ്, പുഞ്ചിരിയോടെ നടപ്പാണ്, പുഞ്ചിരിയോടെ നടപ്പാണ്. ആദ്യമായി എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. എല്ലാ വർഷവും നവംബർ 14 ഇന്ത്യ ഒട്ടാകെ ശിശുദിനം ആഘോഷിക്കുന്നു. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരിക്കുന്നു അദ്ദേഹം. സ്നേഹപൂർവ്വം അദ്ദേഹത്തിനെ എല്ലാവരും ചാച്ചാ നെഹ്റു എന്ന് വിളിച്ചു. താങ്ക് യു. Good morning to all. Today I would like to speak a few words about Children's Day. Today is 14th November and this day is celebrated as Children's Day in all over India since 1964. It is the birth anniversary of Pandit Jawaharlal Nehru, who was the first Prime Minister of India. He was a great freedom fighter and also a very good writer. He is known as the architect of modern India. He was born on 14th November 1889 in Allahabad. Jawaharlal Nehru loved children very much. He always liked to be with children. Children fondly called him Chacha Nehru. The future of the country depends on children. Children's Day is celebrated with lots of fun and activities in almost all schools in India. This day reminds everyone that children should be protected with better childhood and protected from all harms. With this, I conclude my speech. Thank you. Have a nice day.
നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ശിശുദിനമല്ലേ? ശിശുദിനെ പറ്റി ഒരു കൊച്ചു പാട്ടായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു പൊൻസുദിനം. ഭാരതനാടിൻ അഭിമാനം ചാച്ചാജിയുടെ ജന്മദിനം. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. ചുണ്ടിൽ നിറയെ പുഞ്ചിരിയും വെള്ളയുടൊപ്പം തൊപ്പിയുമായി വിരിമാറാത്തൊരു റോസാപ്പൂ ചാർത്തി വരുന്നേ ചാച്ചാജി. നാടിനു നന്മ വരുത്താനും സ്വാതന്ത്ര്യക്കൊടി നാട്ടാനും ഗാന്ധിക്കൊപ്പം പോരാടി നമ്മുടെ സ്വന്തം ചാച്ചാജി. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു പുണ്യദിനം. നന്ദി. കൊണ്ടൊരു ചാച്ചാജി, നന്മ നിറഞ്ഞൊരു ചാച്ചാജി, പുഞ്ചിരി തൂകും ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. ഈശയിൽ റോസാപ്പൂക്കളുമായി പിള്ളേർക്കെല്ലാം ചെങ്ങാതി. വെള്ളത്തൊപ്പി ധരിച്ചിട്ട് വെള്ള വസ്ത്രം
വസ്ത്രം ധരിച്ചിട്ടു. കുട്ടികൾക്കെല്ലാവർക്കും ചങ്ങാതി, നമ്മുടെ സ്വന്തം ബാബുജി. നമ്മൾ കൊണ്ടൊരു ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. നന്മ നിറഞ്ഞൊരു ചാച്ചാജി, ചുണ്ടിൽ പുഞ്ചിരി തൂകിടും നമ്മുടെ സ്വന്തം ചാച്ചാജി. Hello, I'm Shivakumar. I'm studying in 4th standard in GNS LPS in Eramillur. I'm singing Sariga Valenisa in violin. First, ascending order. പോകുന്നത് ശിശുദിനത്തിന്റെ ഒരു ഗാനമാണ്. ശിശുദിനം എന്താണെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം നവംബർ 14 ചാച്ചാജിയുടെ ജന്മദിനം. തൊപ്പിയും നീള ജുബ്ബയുമായി റോസാപ്പൂവും മേന്തിയിട്ട് കുട്ടികളുടെ കളിത്തോഴൻ നമ്മുടെ സ്വന്തം ചാച്ചാജി. ശിശുദിനം എന്താണെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം നവംബർ 14 ചാച്ചാജിയുടെ ജന്മദിനം.